സഹോദരങ്ങളെ, മാണിയൂർ അഹമ്മദ് മുസ്ലിയാരുടെ മരണവും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഖബറിങ്കൽ ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ജാറവും ഇപ്പോൾ പുതിയ വാർത്തയാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ അവസരത്തിൽ എന്താണ് ഖബറുകൾ കെട്ടിപ്പൊക്കുക, മഹാന്മാരെന്ന പേരിൽ ആളുകളുടെ ഖബറുകൾ കെട്ടിപ്പൊക്കുക, അവിടെ ജാറമാക്കുക, അവിടെ ഉറൂസുകൾ സംഘടിപ്പിക്കുക, അവിടെ ചെന്ന് പ്രത്യേകം ദുആക്കും ഖുർആനോത്തിനുമൊക്കെ ഇബാദത്തിനുമൊക്കെ പ്രത്യേകം പോരിശയുണ്ടെന്ന് കരുതുക, എന്താണ് ഇതിൻ്റെ എല്ലാം ഇസ്ലാമിക മാനദണ്ഡം, ഇസ്ലാമിക നിയമം എന്താണ് ഇത് നമ്മൾ മനസ്സിലാക്കുക വളരെ അത്യാവശ്യമാണ്. പ്രിയ സഹോദരങ്ങളെ, ഖബറുകൾ കെട്ടിപ്പൊക്കുക, ഖബറുകൾ മസ്ജിദുകളാക്കുക എന്നത് ഇസ്ലാം കഠിനമായി വിലക്കിയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ വേളയിൽ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ, അതുപോലെ അഹ്ലു ബൈത്തിൽപ്പെട്ട നബിയുടെ ബന്ധു കൂടിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരൻ്റെ മകനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ സഹാബിമാർ ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് ഇമാം ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും സഹീഹുകളിൽ കാണാം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. യഹൂദ നസാറാക്കളുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവർ അവരുടെ നബിമാരുടെ ഖബറുകളെ മസ്ജിദുകളാക്കി തീർത്തു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്ന സന്ദർഭം ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ? ഹദീസുകളിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ വേളയിൽ ലമ്മ നസല ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം طفق يطرح خميصة على وجهه. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ വേളയിൽ നബി ഒരു തുണി നബിയുടെ മുഖത്തിങ്ങനെ ഇട്ടു. എന്നിട്ട് ആ തുണി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ടാകുമ്പോൾ അതിങ്ങനെ നീക്കി. ഫഖാല വഹുവ കദാലിക്. ഈ അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടിരുന്നു എന്നാണ് ഈ വാക്ക്. പഴയ ഉമ്മത്തുകൾക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ, എന്തുകൊണ്ട് അവർ അവരുടെ നബിമാരുടെ ഖബറുകളെ മസ്ജിദുകളാക്കി എന്നത്. അള്ളാഹുവിൻ്റെ നബിമാരെക്കാൾ ശ്രേഷ്ഠരായി മറ്റാരുണ്ട്? അവരുടെ ഖബറുകൾ ആരാധനാ കേന്ദ്രങ്ങളാക്കുക എന്നത് ആ സമുദായങ്ങൾ അള്ളാഹുവിൻ്റെ ശാപത്തിന് വിധേയരാകാൻ കാരണമായി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നബിയുടെ വഫാത്തിൻ്റെ വേളയാണിത്. ഒരു തവണയല്ല, പലതവണ. ഇമാം ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും സഹീഹിലുള്ള മുത്തഫഖൻ അലൈഹി ആയ ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. മുസ്ലിമിൻ്റെ സഹീഹിൽ നമുക്ക് കാണാം, ജുൻദുബ് ഇബ്നു അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് 5 ദിവസം മുൻപ്, കേവലം 5 ദിവസം മുൻപ് നബി പറയുന്നത് ഞാൻ കേട്ടു. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അലാ ഇന്ന മൻ കാന ഖബ്ലകും കാനൂ യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം വസാലിഹിഹിം മസാജിദ അലാ ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ ഇന്നി അൻഹാകും അൻ ദാലിക്. നിങ്ങൾക്ക് മുമ്പുള്ളവർ അവരുടെ നബിമാരുടെയും സാലിഹീങ്ങളുടെയും ഖബറുകളെ മസ്ജിദുകളാക്കി. അലാ ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ, അതുകൊണ്ട് നിങ്ങൾ ഖബറുകളെ മസ്ജിദുകളാക്കരുത്. ഇന്നി അൻഹാകും അൻ ദാലിക്, ഞാൻ നിങ്ങളോടത് വിലക്കുന്നു. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 രൂപത്തിൽ ഇവിടെ ഖബറുകളെ മസ്ജിദുകളാക്കുന്നത് വിലക്കി. ഒന്ന്, പഴയകാല ഉമ്മത്തുകൾ അനുകരിക്കാൻ നമുക്കൊരിക്കലും പാടില്ലാത്ത അവരത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അത് അവിടെ നിർത്തിയില്ല, നിങ്ങളത് ചെയ്യരുത്. അലാ ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ്, നിങ്ങളത് ചെയ്യരുത് എന്ന് പറഞ്ഞു. ഇന്നി അൻഹാകും അൻ ദാലിക്, ഞാൻ നിങ്ങളോടത് വിലക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതും വഫാത്തിൻ്റെ കേവലം 5 ദിവസം മുൻപ്. അഥവാ ദീനിൽ പിന്നീട് ഒരിക്കലും ദുർബലപ്പെടുന്ന ഒരു വിധി ഈ വിഷയത്തിൽ വന്നിട്ടില്ല. ഇതാണ് അന്തിമ വിധി, ഇതാണ് അന്തിമ വിധി. നിങ്ങൾ മനസ്സിലാക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഇമാം അഹ്മദിൻ്റെ മുസ്നദിലുള്ള ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസന, അല്ലാഹുവേ എൻ്റെ ഖബറിനെ നീ ഒരു ബിംബമാക്കരുതേ, ജനങ്ങൾ ആരാധിക്കുന്ന ബിംബമാക്കരുതേ. ലഅന അല്ലാഹു ഖൗമൻ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അല്ലാഹു ശപിച്ചിരിക്കുന്നു ഏതൊരു ജനതയാണോ തങ്ങളുടെ നബിമാരുടെ ഖബറുകളെ മസ്ജിദുകളാക്കിയത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ ശിറാറിൻ നാസി മൻ തുദ്രികുഹു സ്സാഅതു വഹും അഹ്യാ, ജനങ്ങളിൽ ഏറ്റവും മോശക്കാരായ ആളുകൾ അന്ത്യനാൾ സംഭവിക്കുമ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരാണ്. അവരിലാണ് അന്ത്യനാൾ സംഭവിക്കുക, അവർ ഏറ്റവും മോശക്കാരായിരിക്കും. വമൻ യത്തഖിദുൽ ഖുബൂറ മസാജിദ്, ഖബറുകളെ മസ്ജിദുകളാക്കുന്നവരുമാണ്.
നോക്കൂ, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി അനവധി ഹദീസുകളിൽ വിലക്കപ്പെട്ട കാര്യമാണിത്. മുസ്ലിമിൻ്റെ സഹീഹിൽ തന്നെ നമുക്ക് കാണാം, ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുഖഅദൽ ഖബർ അൻ യുജസ്സസൽ ഖബർ വഅൻ യുഖഅദ അലൈഹി വയുബ്ന അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നു ഖബറുകൾക്ക് മേൽ കുമ്മായമിടുന്നത്, അതിന്മേലിരിക്കുന്നത്, അതിന്മേൽ എടുപ്പെടുക്കുന്നത്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോൾ അബുൽ ഹയ്യാജ് എന്ന തൻ്റെ സൈന്യാധിപനെ വിളിച്ചുകൊണ്ട് പറഞ്ഞത് കാണാം, അല അബ്അസുക അലാ മാ ബഅസനി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാ തദഅ തിംസാലൻ ഇല്ലാ തമസ്തഹ് വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹ്. അള്ളാഹുവിൻ്റെ റസൂൽ എന്നെ നിയോഗിച്ച ഒരു കാര്യത്തിന് ഞാൻ നിന്നെ നിയോഗിക്കട്ടെ, ഒരൊറ്റ രൂപവും നിരപ്പാക്കാതെ മായ്ച്ചു കളയാതെ വിടരുത്, ഒരു ഖബറും നിരപ്പാക്കാതെ വിടരുത്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഏൽപ്പിച്ചു, ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു എന്ന് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്കുകൾക്ക് മേൽ എതിർവാക്ക് പറയാൻ നമുക്ക് എന്തവകാശം? സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്തിമ വസിയത്തുകളാണിത്. നിങ്ങൾ പറയൂ, ഈ നബിയുടെ വസിയത്തുകൾ കാറ്റിൽ പറത്തുന്ന ആളുകൾ എങ്ങനെയാണ് ഞങ്ങളാണ് അഹ്ലുസുന്നത്തി എന്ന് അവകാശപ്പെടുക, ഞങ്ങൾ സുന്നികളാണെന്ന് പറയുക? എന്താണ് സുന്നി എന്ന് പറഞ്ഞാൽ? അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൻ്റെ, സഹാബത്തിൻ്റെ മാർഗത്തിൻ്റെ ഒക്കെ ആളുകളാണ്. ഇതാണോ സഹാബത്തിൻ്റെ മാർഗം? ഒരാൾ മരിച്ചാൽ അയാളുടെ ഖബർ അത് കെട്ടിപ്പോക്കലാണോ? അത് മസ്ജിദാക്കലാണോ? അവിടെ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് പ്രത്യേകതയുണ്ട് എന്ന് പറയലാണോ? ഇല്ല, അത് അള്ളാഹുവിൻ്റെ ശാപം ലഭിക്കുന്ന കാര്യമാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര കണിശമായി ശക്തമായി താക്കീത് നൽകിയ കാര്യമാണ്. എന്തുകൊണ്ടാണത് പ്രിയമുള്ളവരെ? കാരണം അത് പിന്നീട് ഈ ഖബറിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നതുപോലെ അതിനെ ബിംബമാക്കുന്നതിലേക്ക്, അതിനെ തന്നെ ആരാധിക്കുന്നതിലേക്ക് ആളുകളെ നയിക്കും, മരിച്ചവരെ വിളിച്ചു തേടുന്നതിലേക്ക് നയിക്കും. സംഭവിച്ചില്ലേ? ഇത് നടന്നില്ലേ? എത്ര എത്ര ഖബറുകളിലേക്കാണ് ആളുകൾ പുണ്യം പ്രതീക്ഷിച്ച് ചെല്ലുന്നത്, ആ ഖബറുകൾ തൊട്ട് തലോടുന്നത്, അത് ചുംബിക്കുന്നത്, ഖബർ തവാഫ് ചെയ്യുന്നത്, ആ ഖബറാളിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെയാണ് ലോകത്ത് ആദ്യമായി ശിർക്ക് ആരംഭിച്ചത്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരാളുടെ മുഴുവൻ അമലുകളും തകർത്ത് കളയുന്ന, നരകം ശാശ്വതമാക്കി തീർക്കുന്ന തിന്മയാണ് ശിർക്ക്. ഇത് ആളുകളിൽ ആദ്യമായി സംഭവിച്ചത് എങ്ങനെയായിരുന്നു? നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലത്തെ ജനങ്ങൾ ശിർക്കിലേക്ക് വീണത് എങ്ങനെയായിരുന്നു? തഫ്സീറുകൾ നിങ്ങൾ എടുത്തു നോക്കൂ. അവർ നല്ല ആളുകളായിരുന്നു, പക്ഷെ അവരിൽ ജീവിച്ചിരുന്ന 5 ആളുകൾ, വദ്, സുവാഇ, യഗൂത്ത്, യഊഖ്, നസ്ർ എന്നിങ്ങനെയുള്ള സൂറത്ത് നൂഹിൽ അള്ളാഹു പേരു പറഞ്ഞ സാലിഹീങ്ങളായിരുന്ന പഴയകാലത്ത് ജീവിച്ചിരുന്ന 5 ആളുകൾ, അവർ മരിച്ചപ്പോൾ ആളുകൾ അവരുടെ ഖബറുകളെ, ആ ഖബറുകളിൽ ചെന്ന് അവിടെ അവരുടെ രൂപമുണ്ടാക്കി വെച്ച് പിന്നെ അതിനെ ആരാധിക്കാൻ തുടങ്ങി. അപ്പോൾ നോക്കൂ, ഖബറുകളുടെ കാര്യം വളരെ ഗൗരവപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യകാലത്ത് ഖബർ സിയാറത്ത് പോലും വിലക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ നിങ്ങൾ സിയാറത്ത് ചെയ്തോളൂ എന്ന് പറയുന്ന ഹദീസിലുള്ളത് എന്താണ്? കുൻതു നഹൈതുക്കും അൻ സിയാറത്തുൽ ഖുബൂർ, ഖബറുകൾ സിയാറത്ത് ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് വിലക്കിയിരുന്നു. എന്തുകൊണ്ട്? എന്തിനാണ് വിലക്കിയത്? കാരണം അവർ ശിർക്കിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന ഉടനെയാണ് വീണ്ടും ആ ബഹുദൈവാരാധനയിലേക്ക് പോകാൻ കാരണമായേക്കും ഖബറുകൾ അവർക്ക് തുറന്നു കൊടുത്താൽ. എന്നിട്ട് തൗഹീദ് ഉറച്ചു, കാലം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇനി നിങ്ങൾ ഖബർ സന്ദർശിച്ചോളൂ, ഫഇന്നഹാ തുദക്കിറുക്കുമുൽ മൗത്ത്, അത് നിങ്ങൾക്ക് മരണം ചിന്തയുണ്ടാക്കും, പരലോക ചിന്തയുണ്ടാക്കും. അതാണ് ഖബർ സിയാറത്തിൽ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് മരണചിന്ത ഉണ്ടാകാൻ, പരലോക ചിന്ത ഉണ്ടാകാൻ മുസ്ലിമീങ്ങളുടെ പൊതു ഖബർസ്ഥാനുകൾ സന്ദർശിക്കാം. എന്നാൽ അതുപോലെയാണോ ഇങ്ങനെയുള്ള ആളുകളുടെ ജാറങ്ങൾ? നോക്കൂ, അവരുടെ ഖബർ മുസ്ലിമീങ്ങളുടെ പൊതു ഖബർസ്ഥാൻ പോലെയല്ല, പ്രത്യേക ഖബർ. എന്നിട്ട് അവിടെ എടുപ്പുണ്ടാക്കുന്നു, അവിടെ കുബ്ബ പണിയുന്നു, അവിടെ ദർഗ പണിയുന്നു. പ്രിയമുള്ളവരെ, ഇത് ഇസ്ലാം വിലക്കിയിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്ര ഹദീസുകളാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. എൻ്റെ വാക്ക് കേൾക്കുന്ന ആളുകൾക്ക് ഇത് പരിശോധിക്കാം, ഇത് ശരിയാണോ? ഹദീസുകൾ ഇങ്ങനെ വന്നിട്ടുണ്ടോ? ഇതിൻ്റെ അർത്ഥം എന്താണ്? പരിശോധിക്കാം, പഠിക്കാം. നിങ്ങൾ പഠിക്കൂ, മനസ്സിലാക്കൂ. ഇത് സത്യമാണോ കളവാണോ ഇത് നിങ്ങൾ പരിശോധിക്കൂ. വല്ലാഹി 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 പ്രിയമുള്ളവർ, ഇത് സത്യമാണ്, ഇത് സത്യമാണ്. ഈ കെട്ടിപ്പൊക്കപ്പെട്ട ഖബറുകൾ, ജാറുകൾ, അത് ഇസ്ലാമിൻ്റേതല്ല. അങ്ങനെ ചെയ്യുന്നവർ വളരെ മോശമായ കാര്യമാണ് ചെയ്യുന്നത്. ഭാവി തലമുറയെ ഷിർക്കിലേക്ക് കൊണ്ടുപോകുന്ന പ്രവർത്തനമാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഖബറുകൾ നിർമ്മിക്കുന്ന ആളുകളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊള്ളുക, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. ഈ ആളുകളുടെ പാപഭാരം, അവരെ ഈ തെറ്റിലേക്ക് നയിച്ചതിൻ്റെ പാപഭാരം നിങ്ങൾക്ക് മേൽ ഉണ്ടാകും. അവിടെ
ഇനി നടക്കുന്ന ബിദ്അത്തിൻ്റെയും ശിർക്കിൻ്റെയും ഒക്കെ തിന്മയുടെ ഓഹരി നിങ്ങളുടെ മേൽ, നിങ്ങൾ തുടങ്ങുന്ന ആളുകളാണ്, നിങ്ങളുടെ മേൽ പരലോകത്ത് ഉണ്ടാകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്ത് നിങ്ങളുടെ എതിർഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കെതിരിൽ വാദിക്കുന്നവരായി വരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്കെതിരാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. ഈ ദർഗകളും ഈ പുതിയ പുതിയ ജാറങ്ങൾ നിങ്ങൾ ഉണ്ടാക്കാനാണോ ശ്രമിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനാണ് നിങ്ങൾ എതിർ പ്രവർത്തിക്കുന്നത്. ഇതെൻ്റെ വാക്കല്ല, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. നബിയെ സ്നേഹിക്കുന്നവരല്ലേ നമ്മൾ മുസ്ലിമീങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിന് വില കൽപ്പിക്കേണ്ടവരല്ലേ? ഇതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്. നോക്കൂ, ഇത് തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് വന്നാൽ കഴിഞ്ഞു, അതാണ് ദീൻ. എന്നാൽ അത് മാത്രമാണോ? അല്ല. അഹ്ലുസുന്നത്തിൻ്റെ പണ്ഡിതന്മാർക്കിടയിൽ ഏകോപിച്ച അഭിപ്രായമുള്ള കാര്യമാണിത്. ഷാഫിഈ മദ്ഹബുകാരാണെന്ന് അവകാശപ്പെടുന്നവരല്ലേ നിങ്ങൾ? എന്താണ് ഷാഫിഈ മദ്ഹബിൽ ഇതേക്കുറിച്ച് വന്നിട്ടുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞ ഖബറുകളെ മസ്ജിദുകളാക്കരുത് എന്ന ഹദീസിൻ്റെ വിശദീകരണത്തിൽ ഷറഹ് മുസ്ലിമിൽ നവവി പറയുകയാണ്, ഷാഫിഈ മദ്ഹബിലെ എത്ര പ്രഗത്ഭനായ പണ്ഡിതനാണ് നവവി റഹിമഹുല്ലാ. അദ്ദേഹം പറയുന്നു, ഖാലൽ ഉലമാ, പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു, ഇന്നമാ നഹന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഇത്തിഖാദി ഖബ്രിഹി വഖബ്രി ഗൈരിഹി മസ്ജിദൻ ഖൗഫൻ മിനൽ മുബാലഗതി ഫി തഅദീമിഹി വൽ ഇഫ്തിതാനി ബിഹി. പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ ഖബറും അല്ലാത്ത ഖബറുമൊക്കെ മസ്ജിദാക്കുന്നത് വിലക്കിയത് എന്തിനാണ്? ആളുകൾ നാളെ ഈ ഖബറിനെ ആദരിക്കുന്നതിൽ അതിരുവിടും. അതിൻ്റെ പേരിൽ ആളുകൾ ദീനിൽ നിന്ന് തെറ്റിച്ചു പോകും. ഫറുബ്ബമ അദ്ദാ ദാലിക ഇലൽ കുഫർ, അത് കുഫറിലേക്ക് ഒരാളുകളെ എത്തിച്ചേക്കും. കമാ ജറാ ലികസീരിൻ മിനൽ ഉമമിൽ ഖാലിയ, പഴയ സമുദായങ്ങൾക്ക് ഒരുപാട് പേർക്ക് സംഭവിച്ചതുപോലെ. നവവിക്ക് മുന്നേ ഇമാം ഷാഫിഈ റഹിമഹുല്ലാ അൽ ഉമ്മിൽ പറഞ്ഞിട്ടില്ലേ, ലം അറ ഖുബൂറൽ മുഹാജിരീന വൽ അൻസാർ മുജസ്സസ, മുഹാജിറുകളുടെയും അൻസാറുകളുടെയും ആരുടെയും ഖബർ കെട്ടിപ്പൊക്കിയതായി കുമ്മായമിട്ടതായി ഞാൻ കണ്ടിട്ടില്ല. ഇമാം ഷാഫിഈ അൽ ഉമ്മിൽ പറഞ്ഞിട്ടില്ലേ, ഖബർ അത് ഒരു ചാണല്ലാതെ ഉയർത്താൻ പാടില്ല. ഇമാം ഷാഫിഈ പറഞ്ഞിട്ടില്ല അൽ ഉമ്മിൽ, ഖബർ കുഴിക്കാനെടുത്ത മണ്ണല്ലാതെ ഖബറിന് മുകളിൽ ഇടരുത്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ അൽ ഉമ്മിൽ പറഞ്ഞിട്ടില്ലേ? ഷാഫിഈ മദ്ഹബുകാരെ പറയും നിങ്ങൾ. വളരെ പിൽക്കാലക്കാരായ പണ്ഡിതന്മാർ പോലും, ഷാഫിഈ മദ്ഹബിൽ വളരെ പിൽക്കാലത്ത് വന്ന പണ്ഡിതനാണ് ഇബ്നു ഹജർ അൽ ഹൈതമി. അദ്ദേഹത്തിൻ്റെ സവാജിർ എന്ന കിതാബിൽ, ആ കിതാബ് തന്നെ വൻ പാപങ്ങളെക്കുറിച്ച് താക്കീത് ചെയ്യുന്ന കിതാബാണ്. അതിൽ വൻ പാപങ്ങളിലൊന്നായി എണ്ണിയതാണ് അൽ കബീറ എന്ന് പറഞ്ഞ് എണ്ണിയ കാര്യമാണ് എന്ത്? ഇത്തിഖാദുൽ ഖുബൂരി മസാജിദ്, ഖബറുകളെ മസ്ജിദുകളാക്കുക എന്നത്. അവിടെ തവാഫ് ചെയ്യുക, അവിടെ വിളക്ക് കൊളുത്തുക, അതിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക, അത് തൊട്ട് തടവുക എന്നു മാത്രമല്ല, ഇത്തരം കുബ്ബകൾ, ഖബറുകൾ, കെട്ടിപ്പൊക്കിയ ഖബറുകൾ പൊളിച്ചു നീക്കാൻ ധൃതി കാണിക്കുക എന്നത് നിർബന്ധമാണ് എന്ന് ഇബ്നു ഹജർ ഹൈതമി ആ കിതാബിൽ പറഞ്ഞിട്ടില്ലേ. വതജിബുൽ മുബാദറതു ലിഹദ്മിഹാ വഹദ്മിൽ ഖിബാബില്ലതി അലൽ ഖുബൂർ ഇദ് ഹിയ അദറു മിൻ മസ്ജിദി ദിറാർ ലിഅന്നഹാ ഉസ്സിസത് അലാ മഅസിയത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സവാജിറിൽ ഇബ്നു ഹജർ അൽ ഹൈതമി പറഞ്ഞതാണ്, കെട്ടിപ്പൊക്കിയ കുബ്ബകൾ അത് പൊളിച്ചു നീക്കാൻ ധൃതി കാണിക്കുക നിർബന്ധമാണ്. കാരണം അത് മുസ്ലിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ, സഹാബത്തിനെതിരിൽ മുനാഫിഖുകളുണ്ടാക്കിയ മസ്ജിദു ദിറാറിനേക്കാൾ മുസ്ലിമീങ്ങൾക്ക് ഉപദ്രവകരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിർപ്പിനു മേലാണ് അത് അസ്ഥിമാരം ഇട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, നിങ്ങളുടെ അഖീദ, നിങ്ങളുടെ വിശ്വാസം അത് മുറുകെ പിടിക്കുക. ഇസ്ലാമും മുസ്ലിമീങ്ങളും ഒരുപാട് പ്രതിസന്ധികൾക്ക് നടുവിൽ ജീവിക്കുന്ന കാലമാണിത്. നമ്മുടെ വിശ്വാസം നേരല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കുകയില്ല. ഇസ്ലാം ഇല്ലാതെ പിന്നെ എങ്ങനെയാണോ റബ്ബിൻ്റെ സഹായം നമുക്ക് ലഭിക്കുക? നമ്മുടെ ഇസ്ലാം തന്നെ ഇല്ലാതാക്കി തീർക്കുന്ന, നമ്മെ സകല അധോഗതിയിലേക്കും സകല പരാജയത്തിലേക്കും നയിക്കുന്ന കാര്യമാണ് ഈ ജാറ സംസ്കാരം, ഈ കെട്ടിപ്പൊക്കിയ ഖബറുകൾ, അവിടേക്ക് പുണ്യം പ്രതീക്ഷിച്ച് ചെല്ലുക തുടങ്ങിയ കാര്യങ്ങൾ. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇതുപോലുള്ള പുതിയ ദർഗകൾ പണിയുന്നവർ അത്തരം കാര്യങ്ങൾ അതിൽ നിന്ന് പിന്തിരിയുക, അത് പുനരാലോചിക്കുക. എന്തെങ്കിലും കെട്ടിപ്പൊക്കിയിട്ടുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുക. സാധാരണ ഖബറുകൾ, മുസ്ലിമീങ്ങളുടെ സാധാരണ ഖബറുകൾ പോലെ ആകട്ടെ എല്ലാവരുടെ ഖബറും. മനസ്സിലായില്ലേ? അതാരുടെ ഖബറായാലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ പോലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത് എന്തിനാണ്? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് കാണാം, യുഹദ്ദിറു മാ സനഉ, പഴയ ഉമ്മത്തുകൾ ചെയ്തതുപോലെ ആളുകൾ ചെയ്യാതിരിക്കാനാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് കാണാം. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ അഭയം, മുസ്ലിമീങ്ങളെ, നമ്മുടെ അഭയം ഖബറുകളിലോ ദർഗകളിലോ അല്ല. നമ്മുടെ അഭയം അള്ളാഹുവിലാണ്. അവനിലാണ് നമ്മൾ ഭരമേൽപ്പിക്കേണ്ടത്. നമ്മൾ നിർമ്മിക്കേണ്ടത് മസ്ജിദുകളാണ്, അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യാനുള്ള ഭവനങ്ങൾ.
അതല്ലാതെ ഖബറുകളല്ല. ഖബറുകൾ മസ്ജിദുകളാക്കുകയുമല്ല. ഖബർസ്ഥാൻ വേറെ, മസ്ജിദ് വേറെ. ഇസ്ലാമിൻ്റെ യഥാർത്ഥ സംസ്കാരം അങ്ങനെയാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കുക, തൗഹീദിൽ ഉറച്ചു നിൽക്കുക, അള്ളാഹുവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ മാത്രം നമ്മുടെ ഇബാദത്തുകൾ ക്രമീകരിക്കുക. റബ്ബ് നമ്മെ അതിന് സഹായിക്കുമാറാകട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ സംസാരം അതിന് സഹായകരമാക്കുമാറാകട്ടെ. റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. സല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.